ഓർമ്മകളിലെ എ.കെ.ജിയും പിന്നെ തത്വമസിയും. ഡോക്ടർ കെ.എച്ച്. സുബ്രഹ്മണ്യൻ. ഓർമ്മകളിലെ എ.കെ.ജി. പയ്യന്നൂരിലെ ഒരിടത്തരം കച്ചവടക്കാരൻ്റെ മകൻ. മാതൃഭാഷ കൊങ്ങിണി. തട്ടിയും മുട്ടിയുമുള്ള മലയാള സംഭാഷണം. നേരം കിട്ടുമ്പോഴെല്ലാം കൂട്ടുകാരോടൊത്ത് ചീട്ടുകളി, മേമ്പൊടിയായി അല്പസ്വല്പം രാഷ്ട്രീയവും. ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ മലബാറിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പോരാളിയും വിപ്ലവ നായകനുമായ എൻ. സുബ്രഹ്മണ്യ ഷേണായിയായി വളർന്നതെങ്ങനെ? അതൊരു കഥയാണ്. അല്ല, ഇവിടുത്തെ കർഷകരുടെയും തൊഴിലാളികളുടെയും ഹൃദയത്തിൽ അണയാതെ ഒരു തീപ്പന്തം കണക്കെ ജ്വലിക്കുന്ന ഈ മണ്ണിൻ്റെ ചരിത്രമാണ് ആ കഥയിലെ നായകൻ. ആ ഇല്ലത്ത് കുറ്റ്യേരി ഗോപാലനാണ്. ഷേണായിയുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന എ.കെ.ജിയെക്കുറിച്ച് അറിയണം. അദ്ദേഹം താമസിക്കുന്ന പയ്യന്നൂരിലെ വാടക വീട്ടിൽ ആ ഉദ്ദേശത്തോടു കൂടിയാണ് കടന്നു ചെന്നത്. ഇ.എം.എസിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം വായിച്ചുകൊണ്ട് ഉമ്മറത്തു തന്നെയുണ്ടായിരുന്നു ഷേണായി. മുമ്പ് വായിച്ചിരുന്നു, ഇപ്പോൾ സശ്രദ്ധം പഠിക്കുകയാണ്. ഷേണായി പറഞ്ഞു. എ.കെ.ജിയും സഖാവും തമ്മിൽ ഒരുപാട് കാലത്തെ അടുത്ത ബന്ധമുണ്ടായിരുന്നല്ലോ. ആ സൗഹൃദത്തെക്കുറിച്ച് അറിയണം ഞാൻ എൻ്റെ ഉദ്ദേശം അറിയിച്ചു. സഖാവ് കൂടി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളും അതിൻ്റെ പശ്ചാത്തലവും അറിയുന്നത് പുതിയ തലമുറക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഷേണായി ഒരു നിമിഷം മൂകനായി. പിന്നെ ഒരു ദിനേശ് പീടി കത്തിച്ച് ഓർമ്മകളുടെ ചെപ്പ് പതുക്കെ തുറക്കാൻ തുടങ്ങി. എന്നെ ഞാനാക്കിയത് എ.കെ.ജിയാണ്. എല്ലാം പറഞ്ഞാൽ തീരില്ല. പല സംഭവങ്ങളുടെയും വിശദാംശങ്ങൾക്ക് കാലപ്പഴക്കത്താലും ഓർമ്മക്കുറവിനാലും തെളിച്ചവുമില്ല. പക്ഷെ ഇന്നും ഞാൻ മറക്കാത്ത ഒരു ഗർജനമുണ്ട്. ഛേ, നിർത്തടാ, നിന്നെയൊന്നും നമ്മുടെ കൂടെ പറ്റില്ല. ഇതും പറഞ്ഞ് കൊടുങ്കാറ്റ് പോലെ ഓടിമറഞ്ഞ എ.കെ.ജിയാണ് സമയം കിട്ടുമ്പോഴൊക്കെ ചീട്ടാടിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതഗതിയെ ആകെ മാറ്റിമറിച്ചത്. സംഘടനാ പാടവമുള്ള ഒരു പ്രവർത്തകരെ ഓരോ ദിക്കിലും കണ്ട് വെക്കാൻ പ്രത്യേക വൈദഗ്ധ്യം തന്നെയുണ്ടായിരുന്നു എ.കെ.ജിക്ക്. അങ്ങനെ കണ്ടുവെക്കുന്നവർ തികച്ചും സ്വഭാവശുദ്ധിയും അർപ്പണ മനോഭാവമുള്ളവരായിരിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയും എ.കെ.ജി കാണിച്ചിരുന്നു. പയ്യന്നൂരിലെ സങ്കേതത്തിൽ ചീട്ട് കളിച്ച് നേരം കളയുന്ന എന്നെ കണ്ട് ക്ഷോഭിച്ച് പൊട്ടിത്തെറിച്ച് ചവിട്ടിമെതിച്ച് നടന്നുപോയ എ.കെ.ജി ആ വാക്കും പോക്കും എൻ്റെ മനസ്സിനെ ആകെ കീഴ്മേൽ ഉലച്ചു. ഞാൻ ചീട്ടെറിഞ്ഞ് എഴുന്നേറ്റു. എ.കെ.ജിയുടെ പിറകെ നടന്നു. ബോംബെ ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി മാപ്പ് പറഞ്ഞു. 1930-ലെ ഈ സംഭവത്തിന് ശേഷം ഞാൻ ചീട്ട് തൊട്ടിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലയടികൾ പയ്യന്നൂരിനെയും പരിസരങ്ങളെയും ഉണർത്തിക്കൊണ്ടിരുന്ന കാലം. ഉപ്പുകുറുക്കി നിയമലംഘനം നടത്തുന്ന സമരഘട്ടങ്ങൾ. കെ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ